ഹലോ എവരി വൺ, വെൽക്കം ടു PRK വോയിസ്. നമസ്കാരം, ഞാൻ പ്രദീപ് രാമകൃഷ്ണൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒന്നിക്കുകയാണ്. എന്തായാലും 2026 വേൾഡ് കപ്പ് സ്പെയിൻ കൊണ്ടുപോയി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ലോകകപ്പ് ഫുട്ബോളിനെ ഉലച്ചു കളഞ്ഞ സോഷ്യൽ മീഡിയയിൽ കനൽ പോലെ പടർന്ന ഒരു വൻപൻ ബ്രേക്കിംഗ് ന്യൂസിനെ കുറിച്ചാണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു കാണും, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ അമേരിക്കൻ അന്വേഷണയായ FBI കള്ളപ്പണം വെളുപ്പിക്കലിന് അന്വേഷണം തുടങ്ങി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയെ പുറത്താക്കാൻ പോകുന്നു. മെസ്സിയെ ജയിപ്പിക്കാൻ റഫറിമാർക്ക് ഫിഫ പണം നൽകി. അങ്ങനെ കേട്ടാൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപിടി വാർത്തകൾ. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അർജന്റീന ശരിക്കും കള്ളപ്പണം വെളുപ്പിച്ചോ? ഫിഫയും അർജന്റീനയും തമ്മിൽ എന്താണ് ബന്ധം? ലയൺ മെസ്സിയെ റഫറിമാർ വഴിവിട്ട് സഹായിച്ചോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യതയുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും മസാല ചേർക്കാത്ത യഥാർത്ഥ സത്യം ഇന്ന് PRK വോയിസിലൂടെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം മറ്റ് സോഷ്യൽ മീഡിയകളും എല്ലാത്തിലും കാണുന്ന ആ വാർത്ത, അതായത് FBI അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ $300 മില്യൺ ഏകദേശം 2500 കോടി രൂപയിലധികം സാമ്പത്തിക തട്ടിപ്പിന് അന്വേഷണം ആരംഭിച്ചു എന്നത് 100% സത്യമാണ്. അർജന്റീന പ്രശസ്ത പത്രമായ ലാ നാഷിയോണിലെ മിയാമി ഹെറാൾഡ് ഒക്കെ ഇത് ഔദ്യോഗിക റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ 2022 ലോകകപ്പ് വിജയത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ ടീം അന്താരാഷ്ട്ര സ്പോൺസർഷിപ്പ്, സൗഹൃദ മത്സരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ മിയാമി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൂർ പ്രൗഡ് എൻഡർ LLC എന്ന ഒരു വമ്പൻ കമ്പനിയെ AFA ചുമതലപ്പെടുത്തിയിരുന്നു. ഈ കമ്പനി വഴി $300 മില്യൺ അമേരിക്കൻ ബാങ്കുകളായ സിറ്റി ബാങ്ക്, ബാങ്ക് ഓഫ് അമേരിക്ക എന്നിവയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അമേരിക്ക അന്വേഷണം ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് പണം കൃത്യമായി ടാക്സ് അടച്ചതാണോ അതോ അർജന്റീനയിലെ കർശനമായ കറൻസി നിയമങ്ങൾ മറികടന്നുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ചതാണോ എന്നതാണ്. ഇതിന്റെ ഭാഗമായി AF പ്രസിഡന്റ് ക്ലൗഡിയോ ടാബിയയെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഓർക്കുക, ഇതൊരു പ്രാഥമിക അന്വേഷണം മാത്രമാണ്. ഇതിൽ ഇതുവരെ ആർക്കെങ്കിലും കുറ്റപത്രം സമർപ്പിക്കുകയോ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയോ നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ആരോപണം, അധികാരികൾ ഭൂരിഭാഗവും അർജന്റീനക്കാരാണെന്നുള്ള വാദം പൂർണ്ണമായും തെറ്റാണ്. പിന്നെ അവരാണ് ഈ പണം വെളുപ്പിക്കുന്നത്, ഈ ഫിഫ പ്രസിഡന്റ് ഇതിന്റെ പേരിൽ അന്വേഷണം നേടുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ഫേക്ക് ന്യൂസുകൾ ഇതൊക്കെ തന്നെയാണ്. ഫിഫ എന്നത് സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും അർജന്റീനക്കാരാണെന്നുള്ള വാദം പൂർണ്ണമായും തെറ്റാണ്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന FBI അന്വേഷണം അർജന്റീന ആഭ്യന്തര ഫുട്ബോൾ ബോർഡിനെതിരെയുള്ള അന്വേഷണം മാത്രമാണ്. അല്ലാതെ ഫിഫയ്ക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല. എന്തിനാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ അന്വേഷണം നേടുന്നു എന്ന വാർത്തകൾ വരുന്നത്? കാരണം ഫുട്ബോൾ ഒരു രാഷ്ട്രീയമാണ്. ഫെയർ സ്ക്വയർ എന്ന ഒരു മനുഷ്യാവകാശ സംഘടന IOC അഥവാ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ഒരു പരാതി നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യപ്രകാരം ലോകകപ്പ് ചുവപ്പ് കാർഡ് കിട്ടിയ കളിക്കാരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഇൻഫാന്റിനോ ഇടപെട്ടു എന്നതാണ് ആ പരാതി. അല്ലാതെ കള്ളപ്പണ ഇടപാടുമായി ഫിഫ പ്രസിഡന്റിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇനി ഫുട്ബോൾ ആരാധകർക്കിടയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി ആരാധകർക്കിടയിലുള്ള വലിയ തർക്കങ്ങൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം. സോഷ്യൽ മീഡിയകളിൽ നമ്മൾ ഒട്ടുമിക്ക ആളുകളും കണ്ടു കാണും എഡിറ്റ് ചെയ്ത ഒരുപാട് ക്ലിപ്പുകളും വീഡിയോകളും. എന്നാൽ മെസ്സിക്ക് മാത്രം റഫറിമാർ കൂടുതൽ ഫേവർ നൽകുന്നു, ഫിഫ മെസ്സിയെ ജയിപ്പിക്കാൻ നോക്കുന്നു. ഇതിൽ വല്ല സത്യമുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കപ്പ് അർജന്റീന കൊണ്ടുപോയനെ. അതിൽ വല്ല സത്യമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരുന്നോ? ഉത്തരം ലളിതമാണ്. ഇതിന് യാതൊരുവിധ തെളിവുകളും ഇല്ല. ഇതൊരു സോഷ്യൽ മീഡിയ കോൺസ്പിറൻസി തിയറി മാത്രമാണ്. കളിക്കളത്തിൽ ചില മത്സരങ്ങൾ റഫറിമാരുടെ തീരുമാനങ്ങൾക്ക് അർജന്റീന
മെസ്സിക്ക് അനുകൂലമായി വന്നിട്ടുണ്ടാകാം. റഫറിമാരുടെ പിഴവ് പറ്റുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പല ടീമുകൾക്കും അനുകൂലമാകാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ മെസ്സിക്ക് വേണ്ടി ഫിഫയോ റഫറിമാരുടെ മനഃപൂർവ്വമുള്ള കള്ളക്കളി നടത്തുന്നു എന്ന സ്ഥാപിക്കാൻ പോകുന്ന ഒരു അന്വേഷണമോ തെളിവോ നിലവിൽ ഇതുവരെ ലോകത്തെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മെസ്സിയുടെ കഠിനാധ്വാനവും കളിക്കളത്തിലെ മികവും തന്നെയാണ് അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചത്. തോൽക്കുന്ന ടീമുകളുടെ ആരാധകർ നിരാശ മൂലം സോഷ്യൽ മീഡിയയിൽ പടച്ചുവിടുന്ന തെറ്റായ ആരോപണങ്ങൾ മാത്രമാണിത്. പിന്നെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയകളിൽ ഇത്തരം വാർത്തകൾ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നത്? ഇതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. ദൈ ടാർഗറ്റ് ഓൺലി ഫോർ വ്യൂസ് ആൻഡ് ലൈക്സ്. ഫിഫ, FBI എന്ന പേരുകൾ ഒന്നിച്ച് തംബ്ലൈനിട്ടാൽ ലക്ഷക്കണക്കിന് ആളുകൾ അത് ക്ലിക്ക് ചെയ്യും എന്നത് അവർക്കറിയാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ അമേരിക്കയിൽ നടക്കുന്ന ഒരു സാധാരണ സാമ്പത്തിക അന്വേഷണത്തെ മെസ്സിയുടെ കള്ളപ്പണം, ഫിഫയുടെ അഴിമതി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും മെസ്സിയും കപ്പ് കൊണ്ടുപോയില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയും കപ്പ് കൊണ്ടുപോയില്ല. തമ്മിൽ തെല്ലിച്ചവർ ശശിയായി, ട്രോളർമാരും പരസ്പരം തമ്മിലടിച്ചവരും ശത്രുക്കളായി മാറിയത് മിച്ചം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ മാത്രം കാണുക. ട്രൂ ആയിട്ടുള്ള ജേർണലിസം മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾക്ക് പിന്നാലെ പോകാതെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. അർജന്റീന അസോസിയേഷനെതിരെ സാമ്പത്തിക അന്വേഷണം നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ കളിക്കളത്തിലെ മെസ്സിയുടെ പ്രകടനത്തെയോ ഫിഫയെയോ ബാധിക്കുന്ന ഒന്നല്ല. ഇതുപോലുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യമായ വാർത്തകളും വിശകലനങ്ങളും കൃത്യതയോടെ അറിയാൻ നമ്മുടെ ചാനൽ PRK വോയിസ് തുടർന്ന് കാണുക. അർജന്റീനയ്ക്കെതിരെയുള്ള ഈ അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ താഴെ അറിയിക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയിൽ വീണ്ടും PRK വോയിസോടെ കാണാം. ചൂസ്. ലോക സമസ്ത സുഖിനോ ഭവന്തു.